റഹീസ് റഷീദ് തുടരുന്നു. റഹീസിലേക്ക് ആദ്യം. റഹീസ്, ഇവിടെ ഇപ്പോൾ ഈ രാജ്യങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ രാഷ്ട്രങ്ങളിൽ നിന്നും ഇപ്പോൾ സ്ഫോടനങ്ങളുടെ അല്ലെങ്കിൽ ഇറാൻ മിസൈൽ പതിക്കലിന്റെ പുതിയ വിവരങ്ങൾ വരുന്നു? മുഹമ്മദ് റഹീസ്. ഹാഷ്മി, നിലവിൽ ഈ ഖത്തറിലാണ് കൂടുതലായി ഇത്തരത്തിൽ ഈ ആക്രമണം തുടരുന്നു എന്നുള്ള വിവരങ്ങൾ ഖത്തറിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തുടർച്ചയായി ഉണ്ടായ ആക്രമണം ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് ബാധിച്ചിട്ടുണ്ട്. അബുദാബി ഉൾപ്പെടെ ഖത്തർ, കുവൈറ്റ്, ഈ സ്ഥലങ്ങളിലൊക്കെയും ഈ രാജ്യങ്ങളിലൊക്കെ ബഹ്റൈനിലൊക്കെയും വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ അബുദാബിയിൽ എയർപോർട്ടിന് അടുത്തുവരെ ആക്രമണം ഉണ്ടായി, മിസൈൽ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് ആ ഘട്ടത്തിലെ ആ ഒരു ആക്രമണം മാറ്റി നിർത്തിയാൽ പിന്നീട് കാര്യമായി ഇപ്പോൾ വിവരങ്ങൾ വരുന്നത് കുവൈറ്റിൽ നിന്നാണ്. കുവൈറ്റിൽ ഈ നിരന്തരം ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവരുടെ ഈ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ സൈനിക ക്യാമ്പുകളൊക്കെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണമായി തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ഇതിനെ കാണുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ സൗദിയും UAE അടക്കമുള്ള രാജ്യങ്ങൾ ആക്രമണത്തിനെതിരെ ശക്തമായി അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളാണ് ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെയും വരുന്നത്. പ്രത്യേകിച്ച് സൗദി അത് വളരെ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിരിക്കുകയാണ്. തങ്ങൾക്കെതിരായ വലിയൊരു ആക്രമണമായിട്ട് ഇതിനെ കാണും, തങ്ങളുടെ പരമാധികാരത്തിനെതിരായിട്ടുള്ള ആക്രമണമായി കാണും. അതിനെ അത്തരത്തിൽ തന്നെ ചെറുക്കും പ്രതിരോധിക്കും എന്നെല്ലാം സൗദി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പടി കൂടി കടന്നിട്ട് UAEയും ഈ ആക്രമണത്തിനെ അപലപിച്ചിട്ടുണ്ട്. അവരും തിരിച്ചടിക്കാനുള്ള ആ ഒരു അവകാശം തങ്ങൾക്കുണ്ട് എന്ന് ഇത്തരത്തിൽ ഇറാനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ചില വിവരങ്ങൾ കുവൈറ്റിൽ നിന്ന് വരുന്നു എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആശങ്കയ്ക്കിടയാക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ടില്ല എന്നുകൂടി ഇതിനിടയിൽ പറയേണ്ടി വരും. അതിനപ്പുറത്തേക്ക് അബുദാബിയും ദുബായും അജ്മാനും UAEയിൽ അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അത് രാജ്യം കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. തങ്ങളുടെ പ്രദേശങ്ങളൊക്കെയും എമിറേറ്റുകളൊക്കെയും കൃത്യമായി പ്രവർത്തിച്ചു പോവുകയാണ്. എല്ലാ സേവനങ്ങളും എല്ലാം പഴയ തോതിൽ തന്നെ സാധാരണ നിലയിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു അറിയിപ്പ് അവർ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ, സുരക്ഷിതത്വത്തോടെ നിർത്താനൊക്കെയും ഇവർ ശ്രമിക്കുന്നുണ്ട്. പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ അമിതമായി പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഈ ഓരോ എമിറേറ്റുകളും ആവർത്തിച്ച് പറയുകയാണ്. UAE സംബന്ധിച്ചിടത്തോളം അബുദാബി മാത്രമാണ്. അബുദാബിയിൽ തന്നെ ഒരു മരണം ഉണ്ടായതായി സ്ഥിരീകരിക്കുന്നുണ്ട്. അത് മന്ത്രാലയം തന്നെ ഏതാണ്ട് സ്ഥിരീകരിച്ച മട്ടാണ്. അതിനെ തള്ളിക്കൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പും ഇതുവരെ വന്നിട്ടില്ല. ഒപ്പം തന്നെ ചിലരൊക്കെയും ഏതാണ്ട് അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അബുദാബിയാണ് UAE സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായ മേഖല. അവിടെ ഇറാനിലെ ആ സ്കൂളിൽ പെൺകുട്ടികളുടെ സ്കൂളുണ്ടായ മരണം 24 നിന്ന് അത് മുകളിലേക്ക്, അത് 40-ലധികം വിദ്യാർത്ഥികൾ മരിച്ചിട്ടുണ്ട് എന്ന് ചില സൂചനകൾ പുറത്തേക്ക് വരുന്നു. നമുക്കതിനെ സ്ഥിരീകരിക്കാൻ കഴിയില്ല. എന്തായാലും അവിടെ മരണസംഖ്യ, കാര്യം അവിടെ ഉണ്ടായതൊരു വലിയ ഇസ്രായേൽ വ്യോമാക്രമണമാണ് പെൺകുട്ടികളുടെ സ്കൂളിലേക്ക് എന്നറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് സ്കൂളുകൾ അല്ലെങ്കിൽ ആ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത്രയധികം ഫുൾ കപ്പാസിറ്റിയിൽ കുട്ടികളുള്ള സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം. സ്വാഭാവികമായും അവിടെ കൂടുതൽ കുട്ടികൾ മരിക്കാനിടയുണ്ട്. ഇതിനോടകം അത് ആ മരണം 40 ആയിട്ടുണ്ട് എന്ന ചില അൺഒഫീഷ്യൽ വിവരങ്ങൾ ഇറാനിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അധികം കേൾക്കുന്നത് ഖത്തറിൽ തന്നെയാണെന്ന് കേൾക്കുന്നു. ഖത്തറിൽ വീണ്ടും ഈ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് പേർ പറയുന്നുണ്ട്. അബുദാബി ബഹ്റൈനിൽ കേൾക്കുന്നു. ഹേഡ് സൗണ്ട് ഇൻ അബുദാബി നൗ എന്ന് റംദ എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്. ഖത്തറിലാണ് ഇപ്പോൾ കഴിഞ്ഞ 3-3.5 മണിക്കൂറായി ഖത്തറിലാണ് നിരന്തരം ആ സൈനിക മേഖലകളിലേക്ക് ഇറാൻ മിസൈൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സജോ മോൻ ജോയ് ഖത്തറിൽ ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നു. ഖത്തറാണ് അവിടുത്തെ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് അൽ ഉദൈദ ഉള്ളത്. അങ്ങോട്ടേക്കായിരിക്കണം ഒരുപക്ഷെ കൂടുതൽ ആക്രമണം. 3 ആഴ്ച മുമ്പ് തന്നെ ആയത്തുള്ള അലി ഖമനയുടെ മുന്നറിയിപ്പ് വന്നത്, തങ്ങളെ ഇറാൻ അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കുകയാണെങ്കിൽ അത് തങ്ങൾക്കെതിരെ മാത്രമുള്ള യുദ്ധമാകൽ, അത് മേഖലയുടെ യുദ്ധമായത് മാറും എന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഏതാണ്ട് ആ മുന്നറിയിപ്പ് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. വല്ലാത്ത അവസ്ഥ അവിടങ്ങളിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.